ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം വിശ്വജിത് ഖണ്ഡം. ഏഴാമത്തെ ഖണ്ഡമാണ് വിശ്വജിത് ഖണ്ഡം. അധ്യായം 1. മരുതോപാഖ്യാനം. വസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിവരെയും ഗുരുനാഥനെയും ആദ്യമായി നമസ്കരിച്ചുകൊണ്ട് ഈ ഖണ്ഡം ആരംഭിക്കുന്നു. ഉഗ്രസേനനായി ജനിച്ച മരുത്വാൻ ആരായിരുന്നുവെന്ന ബഹുളാശന്റെ ചോദ്യത്തിന് ഉത്തരമായി നാരദ മഹർഷി പറയാൻ തുടങ്ങി. സൂര്യവംശത്തിൽ ജനിച്ച മരുത്വാൻ കൃതയുഗത്തിൽ ചക്രവർത്തിയായി വിശ്വജിത് എന്ന യജ്ഞം നടത്തിയിരുന്നു. സംവർത്തകൻ എന്ന മഹർഷിയായിരുന്നു ഗുരു. ഹിമവാന്റെ വടക്കുദിക്കിലായിരുന്നു യജ്ഞകവാടം. യജ്ഞകുണ്ഡം, ബ്രഹ്മകുണ്ഡം എന്നിവ അതീവ വിശാലമായിരുന്നു. യജ്ഞമണ്ഡപം, കുലവാഴകൾ, തോരണങ്ങൾ എന്നിവ കൊണ്ട് അലങ്കൃതമായിരുന്നു. ബ്രഹ്മരുദ്രാദി ദേവഗണങ്ങളും മഹർഷിമാരും എല്ലാം സന്നിഹിതരായിരുന്നു. വേദജ്ഞന്മാരായ വിദ്വാൻമാരും ബ്രാഹ്മണരും കോടിക്കണക്കിന് സന്നിഹിതരായിരുന്നു. വിശ്വദേവതകൾക്കെല്ലാം അർഹമായ ഭാഗങ്ങൾ തന്നെ ലഭിച്ചു. സോമപാനത്താൽ ദേവന്മാർക്ക് അജീർണം വന്നുവത്രേ. ജംബുദീപം ദക്ഷിണയായി സംവർത്തന് ലഭിച്ചു. ദക്ഷിണയായിട്ടാണ് ജംബുദീപം സംവർത്തന് ലഭിച്ചത്. യജ്ഞാവസാനത്തിൽ ബ്രാഹ്മണർക്ക് ലഭിച്ച ദക്ഷിണയ്ക്ക് കയ്യും കണക്കുമുണ്ടായിരുന്നില്ല. ബ്രാഹ്മണരും രാജാക്കന്മാരും ദക്ഷിണയായി കിട്ടിയ സ്വർണപാത്രങ്ങളും മറ്റും അവിടെ തന്നെ ഉപേക്ഷിച്ചു പോയത്രേ. അത്തരത്തിലൊരു യജ്ഞം മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. യജ്ഞകുണ്ഡത്തിൽ നിന്ന് പരിപൂർണതമനായ ഭഗവാൻ ഉയർന്നു വന്നു രാജാവിന് ദർശനം നൽകി. രാജാവ് സന്തോഷം കൊണ്ട് ഒന്നും പറയാനാവാതെ കാൽക്കൽ വീണു. ആ ഭഗവാന്റെ കാൽക്കൽ വീണു രാജാവ്. താൻ സന്തുഷ്ടനായി എന്നും എന്ത് വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളാനും ഭഗവാൻ അരുളി ചെയ്തു. അതു കേട്ട മരുത്വാൻ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഗദ്ഗദനായി ഭഗവാന്റെ ചരണാരവിന്ദങ്ങൾ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യണമെന്നല്ലാതെ മറ്റൊരു വരവും വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ എന്തെങ്കിലും വരം ചോദിക്കണമെന്ന് ഭഗവാൻ വീണ്ടും പറഞ്ഞപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ ഭൂതലത്തിൽ വൈകുണ്ഠലോകം നിർമ്മിക്കപ്പെട്ട് ഭഗവാന്റെ ഭക്തന്മാരുടെ കൂടെ തനിക്ക് വസിക്കണം എന്നായിരുന്നു. ഈ മന്വന്തരത്തിൽ 28 യുഗങ്ങളോളം സ്വർഗസുഖം അനുഭവിച്ച ശേഷം അവിടെ വന്ന് ജനിച്ച് ഭഗവാന്റെ രക്ഷയിൽ വസിച്ച ശേഷം മോക്ഷം പ്രാപിക്കുമാറാകും എന്ന് ഭഗവാൻ അരുളി ചെയ്തു. അങ്ങനെ അരുളി ചെയ്ത് ഭഗവാൻ അന്തർധാനം ചെയ്തു. ആ മരുത്വൻ ഉഗ്രസേനനായി ജനിച്ചു. ഭഗവാൻ ഉഗ്രസേനനെ കൊണ്ട് സ്വയം രാജസൂയം കഴിപ്പിച്ചു. ഭഗവാൻ വിചാരിച്ചാൽ എന്താണ് സാധിക്കാത്തത്? ഒരിക്കൽ ഉഗ്രസേന മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാനോട് തനിക്ക് ഒരു രാജസൂയം നടത്താൻ മോഹമുണ്ടെന്നും ഭഗവാന്റെ അധ്യക്ഷതയിൽ അത് നടത്തിക്കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ഭഗവാൻ അത് സമ്മതിച്ച് യാദവന്മാരെ സഭയിൽ വിളിച്ചു വരുത്തി താംബൂല വീടികകൾ കൊടുത്ത് വിധി പോലെ പ്രതിജ്ഞ ചെയ്തു കൊള്ളുവാൻ ആവശ്യപ്പെട്ടു. തൻ്റെ വംശജന്മാരായ യാദവന്മാർ ഇഹവും പരവും ജയിക്കുവാൻ ശക്തിയുള്ളവരാകയാൽ ശത്രുക്കളെ സംഹരിച്ച് കപ്പം വാങ്ങി വന്നുകൊള്ളുമെന്നും ഭഗവാൻ അറിയിച്ചു. ഉഗ്രസേനൻ ഇന്ദ്രസിംഹാസനത്തിൽ ഇരുന്ന് താംബൂല വീടികകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ജംബൂദ്വീപിലുള്ള എല്ലാവരെയും ജയിച്ച് കപ്പം വാങ്ങി വരുവാൻ കഴിവുള്ള ആർക്കും താംബൂല വീടിക സ്വീകരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. എല്ലാവരും നിശബ്ദരായി ഇരിക്കുന്നത് കണ്ട് രുക്മിണീപുത്രനും
ശമ്പരാരാധിയുമായ പ്രദ്യുമ്നൻ മുന്നോട്ടു വന്ന് രാജാവിനെ നമിച്ച് താംബൂലം വാങ്ങിയിട്ട് താൻ ജംബൂദ്വീപിലെ എല്ലാവരെയും ജയിച്ച് കപ്പം വാങ്ങി വരുന്നതാണെന്ന് ശപഥം ചെയ്തു. സഭാവാസികളെല്ലാം ഇത് കേട്ടിട്ട് നല്ലത് നല്ലത് എന്നിങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞു. പ്രദ്യുമ്നൻ വീടിക ഉയർത്തിപ്പിടിച്ചു. ഗർഗാചാര്യനിൽ നിന്ന് മുഹൂർത്തം കുറിച്ച് വേദസൂക്തങ്ങൾ ചൊല്ലിക്കൊണ്ട് മുനിമാർ പ്രദ്യുമ്നനെ സ്നാനം ചെയ്യിച്ചു. ഉഗ്രസേനൻ തിലകം തൊടിച്ചു. യാദവന്മാർ നമസ്കരിച്ചു. ഉഗ്രസേനൻ പ്രദ്യുമ്നന് വാൾ കൊടുത്തു. ബലരാമൻ കവചം അണിയിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ തുണീരത്തിൽ നിന്ന് 2 അക്ഷയസായകങ്ങളും ശാർംഗധനുസ്സും നൽകി. ശൂരസേനൻ കിരീടകുണ്ഡലങ്ങളും പീതാംബരവും ഛത്രചാമരങ്ങളും കൊടുത്തു. വസുദേവൻ ശതചന്ദ്ര എന്ന പരിചയും ഉദ്ധവൻ പൂമാലയും അക്രൂരൻ ദക്ഷിണാവർത്തം എന്ന ശംഖും ഗർഗാചാര്യൻ ശ്രീകൃഷ്ണ കവചമന്ത്രവുമാണ് നൽകിയത്. അപ്പോഴേക്കും ദേവേന്ദ്രൻ, ശിവൻ, ബ്രഹ്മാവ്, ലോകപാലകന്മാർ എന്നിവർ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവരുടെ ആയുധങ്ങൾ പ്രദ്യുമ്നനെ അനുഗ്രഹിച്ചു. ഇന്ദ്രനാകട്ടെ വിശ്വകർമാവിനാൽ നിർമ്മിതമായതും മനോവേഗമാർന്നതും രത്നഖചിതവുമായ രഥമാണ് നൽകിയത്. ശംഖദുന്ദുഭാദി വാദ്യങ്ങൾ മുഴക്കപ്പെട്ടു. ബ്രാഹ്മണർ വേദങ്ങൾ ചൊല്ലി. ദേവതകൾ പ്രദ്യുമ്നനെ പുഷ്പാർച്ചന ചെയ്ത് ആശീർവദിച്ചു. ഹരേ കൃഷ്ണ.